വീണ ജോർജും ആർ ബിന്ദുവും പ്രതികരിച്ചിരുന്നു അവരുടെ നിലപാടുകളിലേക്ക്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പരാതി വിടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും. അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യമേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ. ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള വിഷയങ്ങളിൽ അതിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് പോവുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിൻ്റെ ശരിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടെല്ലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് WCCക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ WCCയുമായിട്ട് ആദ്യം ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ